സമ്മാനവുമുണ്ട്. 6, 5, 4, 3, 0 ആകുമ്പോഴത്തേക്ക് നിർത്തും. ഞാൻ ഡിപ്പാർട്ട്മെന്റ് പ്ലേസ്മെന്റ് അങ്ങനെ 0 പിന്നെ പ്രാവശ്യം 3, 2, 1. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാം? 1, 0. Chance is lost. Only one gets the prize. ആദ്യ സമ്മാനം പിന്നെ പറയാൻ പറ്റും. പറയാൻ പറ്റുന്ന വാക്കുകൾ ഇവിടെ ലൈഫ് യു ഹാവ് ടു ഫേസ് ഇറ്റ് ലൈക്ക് വെൻ ഇറ്റ് കംസ്. നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ പക്ഷേ എന്താ പറയാ, നമ്മളെല്ലാം നമുക്കത് അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് നല്ലതിനായിരിക്കില്ല. എന്താ പറയാ, ഇതാണ് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത്. എന്നിട്ടും ഈ കുടുംബത്തിൽ ഒരാളെ ഉള്ളു പറയാം, മഹാകൃഷ്ണൻ. ഓക്കെ, നിങ്ങൾ യൂട്യൂബിൽ പോകണം. യൂട്യൂബിൽ പോയിട്ട് ഡോക്ടർ ടി.പി. ശശികുമാർ ആലപ്പുഴയിലെ ക്ലാസ്, അടുത്ത കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കോളേജ് സ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ, മന്മഥൻ സാറിന്റെ പഠിപ്പിക്കുന്ന സ്ഥലം ചേർത്തല. എത്ര കുട്ടികളാണെന്നറിയോ റെസ്പോൺസ് ആയിട്ട് വരിക. അപ്പൊ നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ കാണുന്നത് മലബാറിൽ മാത്രമാണ് ഈ ഒരു റിസർവേഷൻ. ഭയങ്കര മടിയാണ്. മലബാർ വിട്ട് തൃശ്ശൂരൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉണ്ടാവും. ഇനി മംഗലാപുരം വിട്ട് അങ്ങോട്ട് പോയില്ലേ, മംഗലാപുരത്ത് 3 സ്കൂളുകൾ പോയിട്ടില്ലായിരുന്നു കഴിഞ്ഞ ഒരു മാസം. ഇതിലൊക്കെ റെസ്പോൺസ് കാണും. കം ടു സ്റ്റേജ്, റൺ ആൻഡ് കം. നമുക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. The most important part is how good you are in showing what you have. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം. ജീവിച്ചിരിക്കുമ്പോൾ ജ്വലിച്ച് ജീവിക്കണം. നതു ധൂമയിതും ചിരം എന്തുപോലെയാവരുത്, പുക പോലെയാവരുത്. പുകയുടെ ഉള്ളിൽ തീയുണ്ട്, പക്ഷെ തീ കാണാനില്ല. എന്താ കാണാനുള്ള പുറത്ത്? പുകയാണ്. അതുപോലെ വേണോ, അതോ ശരിക്കും ജ്വലിച്ച് പ്രകാശിച്ച് നല്ല ലൈറ്റും ചൂടും ഒക്കെ കൊടുത്തുകൊണ്ട് ജീവിക്കണം? എന്താ വേണ്ടേ? ഇങ്ങനെ പോകുന്നതാണോ വേണ്ടത്? പല ആൾക്കാരോട് ചോദിക്കാറില്ല. കേരളത്തിലെ ആൾക്കാരോട് ചോദിക്കാം എങ്ങനെയുണ്ടോ ജീവിതം, അച്ഛനോട് അമ്മയോടൊക്കെ ചോദിക്കാം, നാട്ടുകാരോടൊക്കെ ചോദിക്കാം. അവരെന്താ പറയാ? ഇങ്ങനെ പോകും. ഞാൻ അവിടെ ഇങ്ങനെ പോകണം, നിർത്തിക്കൂടെ പണി, തൂങ്ങി ചത്തൂടെ എന്നാ ചോദിക്കാം അല്ലേ? ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം? പല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇന്നത്തെ നിങ്ങൾ കുറെ കൊല്ലം ജീവിക്കും, ആർക്കെങ്കിലും ഗുണമുണ്ടോ? അതാണോ വേണ്ടത്? മഹാത്മാഗാന്ധിജി അറിയോ? അറിയോ? എൻസ്റ്റീനെ കേട്ടിട്ടുണ്ടോ? ശങ്കരാചാര്യ കേട്ടിട്ടുണ്ടോ? നെഹ്റുവിനെ കേട്ടിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുവിനെ കേട്ടിട്ടുണ്ടോ? പ്രദീപനെ കേട്ടിട്ടുണ്ടോ? ഈ കുറെ പേര് പറഞ്ഞപ്പോ എല്ലാവരും കേട്ടിട്ടുണ്ട്. പ്രദീപനെ കേട്ടിട്ടുണ്ടോ? ഈ ഗ്രൂപ്പിലൊന്നും പെടുന്ന ഒരാളില്ല അല്ലെ? കുറച്ച് ആലോചിച്ചത് അടുത്ത വ്യക്തികളുണ്ടാവും. കൂടുതൽ നമുക്ക് അപ്പോഴേ അറിയാം. നമ്മളെ കുറിച്ച് അങ്ങനെ പലരും പറയണോ, അതോ നമ്മളെ കുറിച്ച് ആൾക്കാർ നല്ലതായിട്ട് പറയും?
എങ്ങനെയാണ് ആവാൻ പറ്റുന്നത്? ആഗ്രഹമില്ലാത്തവരില്ല, പക്ഷെ പറ്റാത്തത് വേണ്ടാവുന്നവരുണ്ടാവാം. അങ്ങനെ പറ്റാത്തവർ വല്ലവരുണ്ടോ? ഞാൻ വിചാരിച്ചു അതിൽ കഥ പറയുന്ന സമയത്ത് ഈ സ്റ്റുഡന്റ് മഹാമോശാണ്. എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എത്ര വരുന്നുണ്ട് ഇതിന് മുമ്പ്? ആ മൂന്ന് പേര് ആകെ 3 പേര് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്റെ ക്ലാസ്സിൽ. ഇവിടെ ഇതിന്റെ പ്രശ്നം എവിടെയെങ്കിലും ഒരാൾ കൈ എന്റെ പൊങ്ങാത്ത ശരി ആ 2 പേര് ഓടി വരണം. അവസാനം എത്തുന്ന കടി കിട്ടും. അവസാനം എത്തുന്ന കടി കിട്ടും. അടി കിട്ടുന്ന പറയുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് പോകും, കാശ് കിട്ടുന്ന പറയുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് വരും. സാധാരണഗതിയിൽ ഒന്നും നടക്കില്ല. എവിടെയാണ് ക്ലാസ്? ഇന്നത്താണ് ഞാൻ പഠിക്കുമ്പോൾ ചാനലോട് വരാത്തതും ശ്രദ്ധിക്കണം. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത് ഇവര് 3 ആളും ഇവിടെ വന്ന് പറയും. ഒരു മണിക്കൂർ പറയുന്നത് ഫുൾ പഠിച്ചോ. അവസാനം ഇരിക്കുന്ന കടി കിട്ടും. തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തില് കുറെ ഘട്ടങ്ങളുണ്ടാവും. അരുന്ധതി പറയുന്നുണ്ടായിരുന്നു, നമ്മൾ മോശമാണെന്ന് പലരും പറയുന്നു. ശരിക്കും പറഞ്ഞു കേട്ട് അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ 12ാം ക്ലാസ്സിലെ കുട്ടികൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. 11th 12th കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അടുത്ത കാലത്ത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഏറ്റവും നല്ല സ്കൂൾ എന്ന പേരുള്ള സ്കൂൾ ഏതാ പറയുന്നത്? അതുകൊണ്ടേ ഇതിന്റെ കഥ പേര് ഇത് കഴിഞ്ഞാൽ ഏതാ പറയുന്നത്? തളിപ്പറമ്പിലെ കാമ്പൂർ വിദ്യാ നികേതൻ കുറെ കൊല്ലങ്ങളായിട്ട് ഏറ്റവും നല്ല സ്കൂളാണ്. ആദ്യത്തെ ബാച്ച് പുറത്തിറങ്ങുന്നത് 1975 അല്ല 77 ഫസ്റ്റ് 10th ക്ലാസ് ബാച്ച്. അവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും പറ്റിയാൽ പോകണം. ആ കോറിഡോറില് ഒരു ബോർഡുണ്ട്, 10th ക്ലാസ് അഡ്മിറ്റഡ്, എക്സാംസ് റിട്ടേൺ, ഫസ്റ്റ് ക്ലാസ്. എത്ര പേരാണ് എഴുതിയവർ? 25 പേര്. എക്സാം എഴുതിയവര് 25 പേര്. ഫസ്റ്റ് ക്ലാസ് കിട്ടിയവര് 25 പേര്. അടുത്ത ബാച്ച് 27, 27, 27. അതിനടുത്ത ബാച്ച് 26, 26, 26. അതിനടുത്ത ബാച്ച് 35, 35, 35. അതിനടുത്ത ബാച്ച് 42, 42, 42. പിന്നെ 47, 47, 47. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോ ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ വിഷയത്തിലും A+ കിട്ടിയവരുടെ എണ്ണാക്കി മാറ്റിയത്. അതിലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് സ്കൂളാണ്. അടുത്ത കാലത്ത് ഞാൻ അവിടെ പോയി 12ാം ക്ലാസ്സിലെ കുട്ടികൾ ക്ലാസ് എടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞ 3ാമത്തെ ലൈനില് 26, 26, 26 എന്നുള്ളത് 27, 26 എന്നാക്കി മാറ്റിയല്ലേ ഞാൻ. മനസ്സിലായോ? 27 പേര് പരീക്ഷ എഴുതി ഫസ്റ്റ് ക്ലാസ് കിട്ടിയവരുടെ എണ്ണം 26 ആക്കിയല്ലേ ഞാൻ ആ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിരിക്കാൻ അത് അവിടുത്തെ ഹെഡ്മാസ്റ്റർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് 8ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചപ്പോ 8ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് TC തന്നിട്ട് പറഞ്ഞു പുറത്തു വിട്ടോളാം. അങ്ങനെ 8ാം ക്ലാസ്സിൽ നിന്ന് എന്നെ പുറത്താക്കിയ സ്കൂളാണ് കാമ്പൂർ വിദ്യാ നികേതൻ. ഒറ്റ കാരണം 10ൽ ഫസ്റ്റ് ക്ലാസ് കിട്ടില്ല എന്ന് മാഷക്ക് കൃത്യമായിട്ട് അറിയാം. മാഷന്മാരെ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ് മേടിച്ചിട്ടില്ല. 11ഉം 12ഉം ക്ലാസ്സില്ല ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രിയാണ്. ഏതായാലും പ്രീ ഡിഗ്രിക്കും ഫസ്റ്റ് ക്ലാസ് ഞാൻ പഠിച്ചിട്ടില്ല. 52% എനിക്ക് കിട്ടിയത്. ഓക്കെ.
ആ സമയത്ത് എന്റെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, നിന്നെ ഈ കോളേജിൽ കയറ്റില്ല. അപ്പൊ അത്രയും നന്നായി. ഞാൻ 2 കൊല്ലം കൊണ്ട് ഈ കോളേജില് ഏത് വിഷയത്തിനും ചേർക്കില്ല, മലയാളത്തിന് പോലും ചേർക്കില്ല എന്നാണ്. കാരണം ഏറ്റവും മാർക്ക് കുറഞ്ഞവർക്ക് കിട്ടുന്നൊരു വിഷയമായിരുന്നു മലയാളം. അങ്ങനെയാണ് ഞാൻ കാഞ്ഞങ്ങാട്, കണ്ണൂര് 2 കോളേജിൽ പഠിച്ചിട്ട് 3ാമതൊരു ചാട്ടം ചാടിയിട്ട് പയ്യന്നൂർ കോളേജിൽ പോയി. എനിക്ക് അവിടെ തന്നെ ചേർന്നൊരു വാശി. ഒറ്റ കാര്യമുള്ളൂ, പ്രിൻസിപ്പളെ മുമ്പിൽ പോയിട്ട് പറയണം ഞാൻ ചെയ്തു പോകുന്നത്. അങ്ങനെ പ്രിൻസിപ്പളുടെ പെർമിഷൻ ഇല്ലാതെ കോളേജിൽ അഡ്മിഷൻ മേടിച്ചാലാണ് യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ഓർഡർ കൊടുക്കുന്നത്. അത്രയും വാശിയിലാണ് ഞാൻ തിരിച്ച് BSc ഗ്രാജുവേഷൻ പഠിച്ചത്. BSc ഗ്രാജുവേഷന് 89% മാർക്ക്, 5ാമത്തെ റാങ്കായിരുന്നു യൂണിവേഴ്സിറ്റി. MScക്ക് 2nd റാങ്ക്, MPhilന് 1st റാങ്ക്, അത് കഴിഞ്ഞ് PhD, LLB, MBA, MS പഠിക്കാൻ പറ്റുന്ന എല്ലാ ആവശ്യം ഇന്നും ഞാൻ പഠിക്കുന്നുണ്ട്. സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെയും ഒരു കോഴ്സ് ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കൊടുക്കാൻ. അത് ഓൺലൈൻ പഠിക്കുന്ന ഒരു കോഴ്സാണ്. അതിന് പരീക്ഷയുണ്ട്, അസൈൻമെന്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ എഴുതണം, ആൻസർ എഴുതണം, അസൈൻമെന്റ് എഴുതണം. ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് തരും. ആ വാശിയാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരും കുറ്റം പറയും, എല്ലാ ടീച്ചേഴ്സും ചിലപ്പോൾ പറഞ്ഞു വരും. ഞാനൊക്കെ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അസംബ്ലിയിൽ വിളിച്ചിട്ട് പറയും, ഏറ്റവും ചീത്ത കുട്ടിയെ കാണുമ്പോൾ ഈ ക്ലാസ്സിലെ ഈ നിൽക്കുന്ന ആളാണ്. അസംബ്ലിയിൽ വിളിച്ച് പറയും, എങ്ങനെ തോന്നുന്നു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ടോ? അല്ലേ? ഒരു ദിവസം ഉണ്ടായിട്ടില്ല, കാരണം എല്ലാ ദിവസവും കേൾക്കുന്നതിന് പ്രശ്നമില്ല. ആദ്യത്തെ ദിവസം കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുള്ളൂ. ഇനി അഥവാ എന്റെ കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, നല്ല സ്റ്റുഡന്റ്, ഇപ്പൊ പഴശ്ശിരാജ NSS കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. അവനൊക്കെ എന്റെ ക്ലാസ്മേറ്റ് ആണ്. അവൻ ചിലപ്പോ എന്നെ ഇങ്ങനെയാക്കും. അങ്ങനെയാക്കിയാൽ ഈ തൊട്ട സ്ഥലത്ത് ബ്ലഡ് വരും. അത് ഞാൻ ഇടിച്ച് പരത്തും. എന്നെ എതിരെ ആരെന്ത് പറഞ്ഞാലും അവനെ അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടിച്ച് പഞ്ചറാക്കി നിലത്തിട്ടിട്ടേ ഞാൻ പോകും. അതുകൊണ്ട് എല്ലാവർക്കും പേടിയായിട്ട് അവനൊക്കെ ഇഷ്ടംപോലെ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ധാരണയിൽ നിന്ന് നമ്മൾ തിരിച്ചൊരു ധാരണയിലേക്ക് എത്തും. എപ്പോഴാണെന്നറിയും? പഠിക്കണം എന്ന് തോന്നും. ഇത്രയും പറയാൻ കാരണം, ഇപ്പൊ എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ഞാൻ പഠിക്കും എന്നൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. സ്റ്റേജിൽ വന്ന് സംസാരിക്കാനൊക്കെ നല്ല ശിവനിന്നുള്ള ഒരാളായിരുന്നു. പക്ഷെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാരണം SN കോളേജില് എല്ലാ ക്ലാസ്സിലും വരുന്നത്. അപ്പൊ ചിലർ ചോദിക്കാറുണ്ട്, മലയാളത്തിലേ പറ്റുള്ളൂ, ഏത് ഭാഷയാണ് വേണ്ടത്? അന്ന് തമിഴിലും ഹിന്ദിയിലും SN കോളേജ് എന്തിനാണോ തമിഴിലും ഹിന്ദിയിലൊക്കെ ഞാൻ പ്രത്യേകിച്ചത് ഇപ്പോഴും എനിക്കറിയില്ല. കാരണം ചില കുട്ടികൾ പറയും തമിഴിൽ പറ്റൂലേ, തമിഴിൽ പ്രസംഗിക്കാനോ. അന്ന് തമിഴ് പഠിച്ചിട്ടില്ല, ഹിന്ദിയിലും സംസാരിക്കുന്നതായിരുന്നു, ഇംഗ്ലീഷിലും സംസാരിക്കും. +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ചേർന്നപ്പോഴത്തേക്ക് ഞാൻ മാറാൻ തീരുമാനിച്ചു. എന്റെ ക്ലാസ് മാത്രം, ഞാൻ മാത്രമല്ല, എന്റെ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും മാറുന്നത്. ഇന്ന് നിങ്ങള് ഇന്റർനെറ്റ് പോയാൽ ഏകദേശം 68 ബ്ലോഗുകൾ കാണും. അതിൽ ഏറ്റവും രസകരമായൊരു ബ്ലോഗുണ്ട്, നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടത്. സ്റ്റഡി എക്സാം എൻജോയ്. നിങ്ങളിൽ എത്ര പേരുണ്ട് പരീക്ഷ ശരിക്കും എൻജോയ് ചെയ്തത്? പരീക്ഷ വരുമ്പോ വെരി ഗുഡ് എഴുതാൻ പറ്റുന്നത് എത്ര പേര്? എത്ര പേര്? സംശയമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരീക്ഷ. 2 കാര്യം. ഒന്ന്, സാധാരണ നമ്മൾ വിളിച്ചാൽ മാഷന്മാരെടുത്ത് പോകണം, നമ്മളെ മാഷന്മാരെടുത്ത് പോകണം വേണ്ടേ? നമ്മൾ വിളിച്ചാൽ മാഷന്മാരെ നമ്മളെടുത്ത് വരുത്താൻ പറ്റിയ ഒറ്റ സ്ഥലം എക്സാം പോകണം. അത് വിളിക്കൊന്നും വേണ്ട. എന്ത് ചെയ്താൽ മതി? അപ്പം വരും മാഷ് വരുമല്ലോ. ഏ സാധാരണ അവര് പറയുന്നതും പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ വായിക്കണം വേണ്ടേ? നമ്മൾ എഴുതുന്നത് മാഷന്മാരെ കൊണ്ട് വായിപ്പിക്കാൻ പറ്റുന്ന ഒറ്റ സ്ഥലം ആൻസർ ഷീറ്റാണ്. കുറെ കാരണങ്ങൾ. പൈസ കൊടുക്കാതെ പേപ്പർ എവിടെയെങ്കിലും കിട്ടും?
കിട്ടും എക്സാം ഹോളിൽ. എത്ര പേപ്പർ എഴുതും? ഞാൻ LLB ഒക്കെ എഴുതുമ്പോണ്ടല്ലോ 75 പേപ്പറൊക്കെ എഴുതും. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമല്ലേ. മാഷന്മാരെ എഴുതാൻ പറയും. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ പറയാ ആൻസർ എനി 10 questions are given. വേണ്ടാമേ 10 എഴുതാം. മാഷന്മാരെ ഇത് പഠിക്കട്ടെ. ഇനി വേറെ സ്കൂളിലോട്ടോ ഇതൊക്കെ അറിയുന്നവർക്കേ പറ്റുള്ളൂ അല്ലേ? ഒരു വിവരമില്ല, നമുക്ക് ഒന്നും അറിയില്ല. എക്സാം എന്ത് സ്കൂളുള്ള സ്ഥലമാണെന്നറിയോ? കാരണം എനിക്കൊന്നും അറിയില്ല, ബാക്കിയുള്ളവരൊക്കെ എഴുതുമ്പോ എഴുതണം. നമുക്ക് ഒരു പണിയുമില്ല, ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് വേറെ കാണാൻ നടക്കുന്നല്ലേ. അല്ല പിന്നെ നമ്മൾ വേർക്കും, അത് റിസൾട്ട് വരും ബാക്കിയുള്ളവരൊക്കെ ആയിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ശരിക്കും ഞാൻ വെറുതെ പറയുന്നതാണ്. ഞാൻ എക്സാം എഴുതുന്നത് ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗ് കോളേജിലെ എൻവയോൺമെന്റ് സയൻസ് പഠിപ്പിച്ചു ഞാൻ. എൻവയോൺമെന്റ് സയൻസിന്റെ യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുമ്പോൾ ആ ഹാളിലെ ലാസ്റ്റിൽ നിന്നിട്ടാണ് എക്സാം എഴുതുന്നത് ഞാനാണ്. അതേ ക്വസ്റ്റ്യൻ പേപ്പർ, കാരണം ഞാൻ പഠിപ്പിച്ച വിഷയം എക്സാമിനേഷൻ വരുമ്പോ എങ്ങനെ അവർ എഴുതുന്നു ഞാൻ അറിയണമെങ്കിൽ ഞാൻ എഴുതണ്ടേ? നിങ്ങൾ ഏതെങ്കിലും മാഷ് കണ്ടിട്ടുണ്ടോ എക്സാമിനേഷൻ ഹാളിൽ എക്സാം എഴുതുന്ന മാഷ്? ഞാൻ പഠിപ്പിച്ച എല്ലാ വിഷയവും, അത് MBA ആവട്ടെ, MBAയുടെ 8 പേപ്പർ പഠിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. എൻവയോൺമെന്റ് സയൻസ് പഠിപ്പിച്ചിട്ടുണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എക്സാം നടക്കുന്ന ദിവസം ലാസ്റ്റിൽ ഞാൻ എക്സാം എഴുതുന്നത്. കാരണം ഞാൻ പഠിപ്പിച്ച വിഷയം എന്റെ കുട്ടികൾക്ക് എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഞാനും എക്സാം എഴുതണം. 100% ഗ്യാരണ്ടി. എന്റെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്താൽ എനിക്ക് 100 കിട്ടും. അതല്ലെങ്കിൽ ഞാൻ ആ പണിക്ക് യോഗ്യനല്ല ഉറപ്പാണ്. ഞാൻ പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് പഠിക്കണം. വേണോ വേണ്ടിയോ? വേണോ വേണ്ടിയോ? നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഇംഗ്ലീഷ് ഒരു അക്ഷരം പോലും അറിയാത്ത ഒരാളാണ്. ഗ്രാജുവേഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ പഠിച്ചു തുടങ്ങിയത് ഇംഗ്ലീഷാണ്. കാരണം ഇംഗ്ലീഷ് ഇല്ലാതെ ഐ എം ഷുവർ you cannot reach anywhere in this world. So I have decided to learn grammar, and I have by-hearted grammar. Give me 12 tenses, give me a verb. I take, I have taken, I have taken, I have been taking, I have took, I was taking, I have taken, I have been taking, I shall take, I shall be taking, I shall have taken, I shall be taking. This is the way I by-heart. But it is still, however, nevertheless, equal words, meaning words, by-hearted. And read newspaper every day. Soon after I finished my 12th class, I started my own dictionary. I have a dictionary book even now in my house, which I started during 1979. Read newspaper, find out which word I don't know, find out the meaning, write it down. Today also morning I was getting a on chat. One of my students who is doing IAS training under me in Hyderabad wrote to me saying that she calls me Chacha. Chacha, take care of your voice. I had a doubt. Voice is correct or sound is correct? See, when I read, that is how I analyze. Is it right to use the word voice or sound? Which is correct? This is how you must learn. What I am saying is, when you get an information, see that what is the best one to be used. I refer to dictionary, I consulted somebody. AIR does a sound test, not a voice test. But they will say modulate your voice. So what is the difference between, there is a minor difference between sound and voice. Identify this difference. That's a learning. When somebody writes to us, when somebody talks to us, we can analyze it. If we cannot analyze, you are not learning. You are only hearing, you are not listening. Identify the difference between hearing and listening. You are all hearing what Arundhati was telling, but you are not listening. I am sure if you are listening, it is not in buddhi, it is in your manas. And it will be there. When somebody asks, I will be able to explicitly tell this is what happens. When you study,
Do you study with your manas or buddhi? How do you study? Do you study with your buddhi or manas? Do you have manas? അല്ല കൊടുത്തു പറഞ്ഞത് അല്ലേ? ഈ പ്രായത്തിലാണ് ആരെങ്കിലും മനസ്സ് ചോദിച്ചു നടക്കുന്നത് പിന്നാലെ പ്ലീസ് ഗിവ് മീ യുവർ മനസ്. അങ്ങനെ ബൈ ചാൻസ് ആർക്കെങ്കിലും കൊടുത്തു പോയി എന്ന് വിചാരിക്കൂ, കണ്ടാലും ടെൻഷൻ, കണ്ടില്ലെങ്കിലും ടെൻഷൻ. എത്രയാണ് സമയം ജീവിതത്തിൽ ചെലവഴിക്കാൻ അറിയും? മനസ്സുണ്ടോ? കൊടുത്തു ആർക്കെങ്കിലും ഇല്ല? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയൂ. ഇന്ന് രാവിലെ ഒരു കുട്ടി വന്നിട്ട്, കുട്ടിയല്ല അച്ഛല്ല കുട്ടിയല്ല, അതിനിടയിൽ ഒരാൾ എന്റെ മുമ്പിൽ 2 മണിക്കൂർ ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞപ്പോ ഫ്രണ്ടിന്റെ വീട്ടിൽ പഠിക്കാൻ പോയപ്പോ ഫ്രണ്ടിന്റെ ഏട്ടനെ കണ്ടിട്ട് പ്രേരിച്ചതാണ്. ഇപ്പൊ 2 കുട്ടികളാവുന്ന സമയം കുട്ടികളാവുന്നില്ല എന്നാണ് ഒരു കംപ്ലൈന്റ്. രണ്ടാമത്തെ കംപ്ലൈന്റ്, ഇപ്പൊ വീട്ടിലാകെ പ്രശ്നമാണ്. ആലവന്റെ വീട്ടുകാര് ഭർത്താവിന്റെ വീട്ടുകാരുടെ ഒരു ടച്ചും ഇല്ല, കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ട് ആകെ വിഷമവും ടെൻഷനുമാണ് ജീവിതത്തിൽ. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്? ഭർത്താവ് തീരെ ശരിയല്ല. അവനെ ശരിയാണെങ്കിൽ ഇങ്ങനെ പിന്നാലെ കൊണ്ടുപോരുമ്പോ അടിച്ചു മാറ്റി കൊണ്ടുപോകണമെങ്കിൽ പിന്നെ സാധാരണ ആൾക്കാരുണ്ടാവും. എന്തോ ഒരു കുഴപ്പമുള്ള ആളാണെന്ന് ഉറപ്പാണ്, അതിനെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. പിന്നെ എന്റെ പറ്റിയത് എന്താ പറയേണ്ടത്? ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ പറ്റി ഇന്നിപ്പോ വേണ്ടാന്ന് വെച്ചൂടെ? അയ്യോ ഇങ്ങനെ വെച്ചോ, എന്നാ അയാളൊന്ന് മാറ്റിയെടുക്കാൻ നോക്കൂടെ? അയാളെ മാറ്റിയെടുക്കാനാ? അങ്ങനെയും പറ്റുമോ? ഞാൻ ആഗ്രഹിച്ച് മാറ്റിയെടുക്കാമെന്ന് ഇയാളെ പുറത്ത് വേറെ ഒടുങ്ങിപ്പോവും. ലൈഫ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് വാട്ട് യു സീ. ജീവിതത്തില് നമുക്ക് ചെയ്യാനുള്ള കുറെ കർമ്മങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ഉറക്കെ പറയണം. കേട്ടില്ല? കേൾക്കണില്ല? വയസ്സായി. ഉറക്കെ 4 പ്രാവശ്യം ഉറക്കെ 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 എന്ന് പറഞ്ഞാലേ ചെയ്യൂ. എന്നാ ആദ്യം തന്നെ ഉറക്കെ പറഞ്ഞൂടെ? ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും 100% ആയിട്ട് ചെയ്യില്ല എന്നുള്ള സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ഒന്ന് കൈവയ്ക്കേ. ഇപ്പൊ ശരിക്കും 100% കൊട്ടിയോ നിങ്ങള്? കൊട്ടിയില്ല. ഞാൻ ഇപ്പൊ കൊട്ടിയതിന് 5 മാർക്ക് തരാന്നുള്ളൂ. അത് 20 ആക്കാൻ പറ്റുമോ? 100 ആക്കാൻ പറ്റുമോ? ഒന്ന് കൊട്ടിയ ശരിക്കും ഇപ്പൊ ഒരു 40 മാർക്ക്. ഒരു പേരിനോടൊന്ന് ശക്തിയായിട്ട് കൊട്ടിയേ. നല്ല മഴ പെയ്യും, പുറത്ത് പെയ്യുന്നതിനേക്കാളും ശക്തി ഇവിടെ പെയ്യും. ഒറ്റ പേരിനോട് ശക്തിയായിട്ട്. 2 പേര്. ഇപ്പൊ ഇവിടെയാ മഴയായിരിക്കും. 3, 4, 5. അപ്പൊ അറിയാം ചോദിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും 100% ആയിട്ട് ചെയ്യണം. നിങ്ങൾ സ്റ്റുഡന്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആസ് എ സ്റ്റുഡന്റ് ഹൗ മച്ച് മാർക്ക് യു വിൽ ഗെറ്റ്? നിങ്ങളുടെ കയ്യിലൊക്കെ നോട്ട് പേപ്പർ ഉണ്ടോ? ഒരു ടൈറ്റിൽ എഴുതാം, റോൾ, ROLE, റോൾ. നിങ്ങളുടെ റോളില് ഒന്നാമത്തെ റോളാണ് നിങ്ങളുടെ സ്റ്റുഡന്റ്. രണ്ടാമത്തെ റോള് ആരാ? നിങ്ങളെ. ഹു ആർ യു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഐ ആം എ ഡോട്ടർ, ഐ ആം എ സൺ. യെസ്. സോ റോൾ നമ്പർ 1 സ്റ്റുഡന്റ്, റോൾ നമ്പർ 2 ഡോട്ടർ or son. You are a brother or a sister? So write down brother, sister. That's your option. Another role. You are a friend? Yes, right, friend. Are you enemy? You can write 4 or 5 roles are enough. Now tell me, as a student, how much mark you will give to you out of 100%? Right there. How much percentage you will give it to you as a son or a daughter?
Write it there. As a brother, how much you will give it to you? As a sister, how much you will give it to you? As a friend, how do you rate you? Very simple. First, what appears in you, just write one number. Tell me how many of you are 100% in all this. Verse is open here. Tell me how many of you are 100%. None of you, right? Now, don't you think you have to be 100% in at least a few of these? വേണോ വേണ്ടിയോ? പോരാ. ഉറക്കെ പറയണത്. Now go back home today. Ask your mother, അമ്മേ എനിക്ക് എത്ര മാർക്ക് തരും? അച്ഛൻ എനിക്ക് എത്ര മാർക്ക് തരും? Because you should not evaluate yourself. Who has to evaluate you? As a son, as a daughter, who has to evaluate you? Your parents. So you want to perform to them. Ask them to evaluate you. Right? നല്ല തമാശയുടെ വൈകുന്നേരം വീട്ടില് എന്ത് രസമായിരിക്കും അറിയോ? ഈ മാർക്കറ്റ് കളിക്കുന്ന നല്ല തമാശയുള്ള പരിപാടി. You must ask your mother to give marks to husband, her husband. Ask your father to give marks to wife. How much mark your father will give to your mother as a wife? Do they rate 100? Yes? How much they will rate their parents? Find out. There is lot of difference in families. I'll tell you after doing this. Now, don't you think you have to get 100% as a student? Don't you think you have to get 100% as a daughter and a son? Don't you think you have to be a good sister and a brother? അങ്ങനെ ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞു തരുന്ന നല്ല സ്റ്റുഡന്റിന്റെ ലക്ഷണം എന്താണ്? When you sit in the class, you are able to concentrate 100%. Yes. How many of you are able to concentrate 100% in the class? Whichever subject is being taught. How many of you have problem in concentrating? Lift your hands. I will teach you now. From now onwards, you will not have 3 madhyamara. Concentration ഉണ്ടോ എന്ന് ആരും കൈകൊണ്ടില്ല. Concentration problem ഉണ്ടോ എന്ന് കൈകൊണ്ടില്ല. Now you should not be like this. Tell me how many of you have real problem in concentrating? Lift your hands up. Fast. You have no problem in concentrating? 100% concentration in the classes? Do you have problem in concentrating? If you have, lift your hands up. ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൈ പൊക്കുക. പകുതി കൈയല്ല, ഫുൾ പൊക്കണം. എന്ത് മടിയന്മാരാണ്. Okay, so most of you have problems in concentrating, right? Do you think it's your problem or the class problem? When you go for cinema, ഏതെങ്കിലും ആളുണ്ടോ സിനിമ തിയേറ്ററിൽ പോയിട്ട് ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഇതെവിടെ ഈ കഥ പോണേ എന്നൊക്കെ ആർക്കെങ്കിലും സംശയം തോന്നാറുണ്ടോ? കറക്റ്റ് ആയിട്ട് കഥ മനസ്സിലാവോ? You know, in a second there are 60 frames appearing in front of you. So in a minute, how many? How many? And in an hour, more than 2.5 hours movie, you have more than 7 lakhs of frames in front of you. There will be repetition. Consider it as 5 lakhs of frames in front of you. One of the frame, somebody prints and then put it on the banner, and you are moving in a fast bus. One glance is enough. You will tell which movie, which dialogue before that, which dialogue after that, who are all the. Don't you? ബുദ്ധി ഉണ്ടോ ഇല്ലയോ? കോൺസെൻട്രേഷൻ ഉണ്ടോ ഇല്ലയോ? എന്നാ ഫിസിക്സ് ബുക്കോ മാത്സ് ബുക്കോ കണ്ടിട്ടില്ല. Why are you not able to concentrate? Because you have no interest, enthusiasm in learning. Most important in life, you should have enthusiasm. If you don't feel hungry, you start eating, it has no taste.
Before going for a movie, do you go for a movie without even knowing what is in the movie? Who is acting, what is the story, who is directing, almost every detail is known to you. Before sitting in the class, how many of you prepare for sitting in the class? Do it from now. Do you want to get 100% mark in all the exams which you write in your life from now onwards? Do this. That is by 30 points to students and 20 points to parents and teachers. Before coming to the class, read once all the subjects which the teachers are going to take in the class. What time the class starts? 9 o'clock. Do you have sufficient time to read in the morning? What time you get up? What time you wake up and what time you get up? There is a difference between waking up and getting up. Do you get the first scolding from your parents for not getting up? Yes? Most of you have yes. Do you think tomorrow onwards, if you get up early morning before the parents get up and start reading, do they rate you as 100%? Will they give you more marks? Don't you think that you have to change your lifestyle and morning onwards get up as soon as you wake up? I'm sure it's not that easy. Because when there is rain, when people are all working outside, mother is cleaning the vessel, you are able to hear the sound. Somebody is opening the gate for putting the paper, that also you know. Milk fellow is putting the cycle bell, that also you know. And you are pretending that you are sleeping. Yes or no? Yes. Do you want to have a life in which morning, as soon as you wake up, you will get up without laziness? And you will become most energetic at the moment you get up. No lazy in your life from now onwards, tomorrow onwards. Do you want to change? Yes. Louder, better. Yes. So morning, your father and mother will give a call to me and say that, yeah, it's working. Give a telephone number tonight to your father or mother. Let them call me and say that my son is better now. They got up early morning before we got up and they started studying. Don't you think that makes a difference in your life? You want? Yes. You want a medicine for that? Yes. Yeah. Drink 3 liters of water before going to sleep at night. Morning you will get up with all the energy and start running. ഇനി അഥവാ ഇതൊക്കെ കഴിച്ചിട്ട് പണിപിടിച്ച് കിടന്നാലും അച്ഛനെ അമ്മയും വിളിക്കും, ഇതേത് പകയനാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്റെ മക്കൾക്ക്. See, you must change your life, for which sometime you will have to take hard step in life. Yesterday somebody told me, in the evening I met in a hotel, the parents came to me and said, my son is getting sleepy every night. 10 o'clock he sleeps. I said, only study 10 minutes. Don't study half an hour, 1 hour. Only 10 minutes. Then take a break of 2 minutes. Then study 10 minutes. Right? Not continuously for more than 10 minutes. After 10 minutes, even serial to the commercial break. Right? Take a commercial break. Say that I stopped studying. Go and wash your face. So hands are washed. Wash your leg. You will not get sick. Wash your legs. Wash your face with your hands. I'm sure you don't have a hand face shower. Once you wash, you will become fresh again. Make it a point you will not study when you are feeling sleepy without washing your face, legs and hands. Drink water. As soon as you study, after the exam, the parents will scold you, right? When the result comes, they will tell you you didn't get sufficient mark. A lot of complaints will be there, yes or no? Yes. Do
Do you want to stop the complaints? Whatever you study, go and teach your parents. Tell your mother, sit there. Today, this was my class. Learn everything. If you are able to teach whatever you learn in the class to anyone, you are the master. You don't have to worry about it. I am sure there are a lot of mothers, fathers who doesn't have any other job, keep on complaining, my son is not studying, very bad, very artist to be done. Now onwards they will not complain. Sit there, I am going to teach whatever I have learned to you. Right? When you write examination, you get a question paper, get back home, give it to your mother, write it. Will they get same marks or less marks? They will never ask your marks everything. Understood? Tell them it is not easy to study. It is easy to say, padiki. And you know another thing, why you don't study well? Assume you studied everything. Will your parents say that, okay, now go for movie? Before examination, they will again ask you, study. Assume I was asked to clean this table and I am cleaning it. I cleaned it perfectly. But then the supervisor comes and tells me, clean it again. Then what do I do the first time when I clean? I will not clean it because somebody is anyway going to come and ask me to clean. That time I will clean. Why should I clean now? So what you should do is finish learning one chapter, throw the book. Tear it off, throw the book. I know everything in that. Will you be able to say that? Why? Because you don't know. Because you don't study 100% in a subject. Do you study 100%? Because you don't love studying. Because you don't love studying, whatever you study, you keep inside your brain but not your manas. Do you keep your amma, achan in your manas or in buddhi? Okay. അതുകൊണ്ടാണ് അമ്മയെ കാണുമ്പോൾ ഓ ഇത് അമ്മയാണല്ലേ ഇങ്ങനെ ആലോചിക്കേണ്ടി വരും. കണ്ട അപ്പൊ മനസ്സിലാവൂല്ലേ? മനസ്സിലാവൂല്ലയോ? ഏത് ഉറക്കത്തിൽ വന്ന് വിളിച്ചാൽ സംശയം തോന്നും, ഇതെന്റെ അച്ഛനാണോ തോന്നാറുണ്ടോ? സൗണ്ട് എവിടെയെങ്കിലും കേട്ടാൽ മതി, അപ്പൊ ആളപ്പുറത്ത് കിട്ടും അല്ലേ? എന്താ നിങ്ങളുടെ കെമിസ്ട്രി ഫിസിക്സ് ആരെങ്കിലും ഇവിടെ നിങ്ങൾ വായിച്ചു കേട്ടാൽ ഇത് ഇന്ന ചാപ്റ്ററിൽ ഇന്ന സംഭവമാണെന്ന് പറയാൻ പറ്റും? എന്താ കാരണം? ബിക്കോസ് യു ആർ നോട്ട് കീപ്പിംഗ് ഇൻ യുവർ മനസ്, യു ആർ കീപ്പിംഗ് ഇൻ യുവർ ബുദ്ധി. Because you don't love it. So most important to become the 100% good student, start loving your subjects. I'll tell you one guarantee. If you have any problem with any subject, let it be computer science, physics, chemistry, commerce, accountancy. I started teaching commerce and accountancy. Accountancy bookkeeping was my first tuition classes. I started teaching accountancy and bookkeeping in 1981. When I was doing my first year BSc, I had a BCom student as my tuition student. And recently, after my retirement in 2009, every day morning 7 o'clock to 9 o'clock, I have two students, one MCom student and one BCom student. Parallelly, I used to teach both. So let it be commerce, and I lived in computer science for 20 years. You ask me any subject in computer science. Mathematics is my PhD, not mathematics, close to physics. My first publication is in chemistry. Chemical engineering journal is my first published paper. I'm not talking from air. We can study if we decide that we want to study them. If you have problem in understanding any of the subjects, don't hesitate, just call. It takes only 10 minutes for you to understand what is the essence of the problem, essence of the functional activity which is explained in the text. And I am sure after that once you read, you will understand it. Studying is not so difficult if you have interest. If you don't have interest, it's boring. Any job is like that. If I love cooking,
It's interesting for me. I enjoy cooking. If I don't and somebody asks me to cook, it's so boring. Yes. Being a student, your job is to enjoy 100% learning. No excuse for that. I'm sure if you become a 100% good student, automatically you will become a 100% good daughter or son. Because all that is related. If you become 100% good student, definitely you will become a 100% good sister or brother. One or two for becoming good, excellent. All of a sudden you can grow yourself and get good marks from your brothers, sisters, relatives, friends. Your parents will go and tell their neighbors and friends. Don't you want to overhear it? They're telling their friends. Don't you have to give that pride to them, saying that my daughter is great, my son is great? Yes? Now what is your age? Just imagine you are 27. How do you behave? Don't you think you will become more mature? You will become more serious in your life? Do you start fighting for small items? Do you waste your time? Do you throw your bag and chapel? Do you keep your dress untidy here and there? Change your life. Changing your life, who has to decide? Who has to decide? You have to decide. Do you think if you behave like that, your parents will call you useless? Don't they call them? Don't they call you now? Useless sometime at least? Yes. If they call you, tell them there is a small spelling mistake there. It is not useless, it is useless. Who has not used you? You have not used you. Do you want to use you 100%? Not enough? Yes. Again, I have to ask you 3 times, 4 times, you forget. Do you want to use you 100%? Yes. Decide that from now onwards, I am going to be different. Assume it's very easy to get engineering admissions. Now we have a lot of vacancies in engineering. You just write entrance examination, you will get some in some college. That's not a big issue. But you know what happens after engineering? First year you have to learn chemistry, physics, math, same syllabus as you have learned now. Out of 100 students, 20 students only pass. Rest of them fail. All those people who have studied past entrance are the people who are failing. Because you think whatever you are studying now is for writing examination and after that you don't require it. Most of you study because you want to write examination. Yes? Now if I give you your 10th class question paper and ask you to write answer, will you get less mark or more marks? Why? Because you forgotten. Why did you study? For passing 10th class. Never study for passing examinations. Study because you love it. You must enjoy. And when you go for movie, you know little bit about the movie. When you read, you will know about the class. And your friend is also reading and coming. Don't you think your discussion will become what the teacher is going to teach today? Imagine before the class starts, you start discussing about the class. How the class attention will be. You will listen such a way. Teacher, becomes interesting, totally interesting. After the class, you start discussing with your friend, what did you learn today? And you want to have examination as a great fun. After one chapter, can't you make a question paper? Make a tough question paper that you will give it to your friend, ask them to write examination. You can have a lot of examinations being written. Now you have, this is October, November, December, January, February, 5 months. Each subject, each chapter, make question paper, ask your friend to write and give the answer sheet. Get a writing pen,
correct your friend's answer sheet. How interesting it will be, right? Yes? Identify spelling mistake, grammar mistake, this you have not written, that you have not written, and tomorrow you return the answer. You have to take it home. You are home for evaluation. When you get sleep at 11:30, take the answer sheet for evaluation. Will you get sleep? Because tomorrow you have to give it full red mark, right? Don't you enjoy? Tomorrow give it to her and you can say that, see, this is what you have written. They will also give you back. Don't you start fighting in Maranda? What for? See, I have written correct. Why did you correct? Why did you write it like this? Don't you fight? Your learning becomes interesting and you will never forget what you have learned. And you will never forget your friend who contributed for your learning. This is what I have done during my graduation. Even today, after 30 years, most of the friends call me even now. I have got friends who are in London, Dubai. I have got friends who are working in different banks. Understand, out of all the 33 children, all of them got employment except one girl who got married after that. She could also got. All my classmates got job. Most of them become brilliant people just because we studied together. We studied together, that's it. Whenever there is strike, Payyanur College was very famous for strike. Whenever there is a strike, we all decided to go to somebody's house. 33 children in somebody's house. And we start learning the full day. We will spend there out the achar, complete career. But we lived together. Again, our life is different. Because we contributed in learning, people remember us. So contributed, learning together. And you have nothing else to discuss other than learning. When you study, now you are in 12th class, right? 17 years. Do you have an account of how did you spend 17 years? Write it down if you have. 17 years multiplied by 365 days, multiplied by 24 hours. Each minute, each hour, how did you spend? You have an account. Generally, academic year is only 200 working days. Yes? Average 5 hours, not more than that. So when you study up to 12th class, now KG, LKG, UKG, nursery, everything you add to that. So 12th plus 3 years, 15 years you study. Yes? 200 working days, multiplied, 15 multiplied by 200. How much? 3,000 days. How many days you studied totally? 3,000 days. 3,000 days, how many hours you studied? 5 hours. Not more than that, right? Multiplied by 5 hours. How many hours? 15,000 hours. 15,000 divided by 24. You will get how many days? Right? 15,000 divided by 24. That many days. You will see hardly 500. 500 days is 1.5 years maximum. So up to 12th class when you studied, how many years you studied? 1.5 years. So 17 years, say 2 years you studied. 2 years is gone. What is that you have done 15 years in your life? 1/3 of your life you sleep. Don't you sleep 8 hours? Okay. So up to 17 years, 1/3 you are sleeping. That means 6 years you are sleeping. Are you studying more time or sleeping more time? So you sleep 6 years, 2 years you study, still 8 years old. What is that you have done the rest 9 years? Don't you think your life is precious? Don't you have to use it every moment? Invest it so that you will get some return from tomorrow. How do you use that? Decide from now onwards, every moment, every second is precious and you are going to invest it in your life.
You cannot reach on top of the mountain with one step, so many steps you have to take. And if you start looking at it and say it's a big mountain, let me climb from tomorrow. Let me climb from tomorrow. You will become a watchman and people will start climbing and you will keep watching. Do you want that? Every step is important. If you don't take steps, you cannot jump 10 steps and then overpower somebody else. So decide from now onwards, each step is important in your life. And decide that from now onwards I am going to do well. Let everybody tell anything about you. But you must be able to say what? What? I am 100% as a student, 100% as a daughter, 100% as a son, 100% as a sister or brother. Don't you think it's required? How happy you will be when somebody says that, look at my daughter, look at my son. They are so good. You ask them anything, they will answer it. You want such a life? I have a student who passed all examinations, whatever she writes. And she passed the bid at 18 companies, job was in front of the hand. Not one or two companies. Whatever demands, that company will provide. That's how the job is offered. Just because, you know why? Study continuously. Your examination, now what you are writing, assume at least 3 of your classmates become IAS. Don't you tell your parents, oh, she was my classmate in 12th class. Do you tell her or not? Yes. Will you tell your parents so and so who is now the character of Kannur, who got IAS is my classmate? You will tell, right? If one of your classmates becomes IAS, I now want volunteers to raise your hand and then say that what did you learn now? I'm going to count the number. You don't have to count. Lift your hands. One point you can share, and that point should not be repeated by anybody else. Good. That's great. That point should not be repeated by somebody else. That's a contract. Yeah. What did you learn? Come here, fast. Come. Let me see how many of you will line up here, fast. Come, those who want to share, please come, fast. Only 2. 3, that's it. No. I don't want cross talks. I just asked you if you want to share, you could come here, that's it. Only 4. Which branch is yours? Biology, computer science, commerce. Yeah. No girls from commerce? There are no girls in commerce? No boys from biology? Only 1, yeah. That's it. Only 4, 5, 6. Not enough. I'm seeing a lot of wonderful faces. See, the problem is if you don't share now, you miss a chance. Second one, you will think, oh, I should have told. But that chance is lost. Don't lose your chance. Is there anyone? 6, 5, 4, 3. Good. That's great. Boys are more, girls are less now. The girls have become 5. Not enough. 12. Boys have become more. 6, 5. Shame on you. 5, 4, 3, 2, 1.
That's great. That's great. That's it. I'm used to this. In my classes there used to be many more rushes like this. Okay, now stop. Understand, these points should not be repeated by anybody. Right? Whatever point she says, you cannot say the same point. There has to be new points for you. Only one point, so that others will get a chance. Don't say many points, only one point. Use the mic at the time. I have learned that I'll wake up early. You have to wake up early in the morning. That's it. You have a big plan. Go on. I have learned that we should have planning in our life and how should we Planning is important. Next step I'll tell you. I'll get you one more clue. Let me see how many of you can by heart this one. Udyamam, Sahasam, Dhairyam, Buddhi, Shakti, Parakramam. Can you learn this? Just try now. Right? 6 qualities are required to become best. You can repeat with me now. Udyamam, louder. Sahasam, Dhairyam, Buddhi, Shakti, Parakramam. Shadere yatra vartande devam tatra prakashye. Udyamam is entrepreneurship planning. Sahasam is you will plan, but you will not start. That starting is called Sahasam. And for starting you should have Dhairyam, Buddhi, Shakti. Udyamam, Sahasam, Dhairyam, Buddhi, Shakti. Last one is Parakramam. You know what is Parakramam? She wants to come. Her neighbor will say, oh, somebody wanted to come, they will pull. Because I cannot do, you should not do it. And if somebody tells like that, just slap on their face. That courage is called Parakramam. That is the action to you. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നെയ്ബേഴ്സ് അടിക്കണ ഒച്ച കേട്ടില്ല ചിലർ അവനവരെ തന്നെ പറയും അയ്യോ കൊണ്ടാന്ന് പറയുന്നത് അങ്ങനെ തോന്നിയവരുണ്ടോ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരൊറ്റ അടി പോത്തടിക്കും അവനവൻ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഷഹേദേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശൻ എവിടെ ഈ ക്വാളിറ്റി ഉണ്ടോ ഭഗവാൻ നമ്മുടെ പിന്നാലെ വരുന്നതാണ്. We should enjoy what we learn. That's it. We need to control ourselves, and I think I need a change in my life. That's good. We should take decisions by thinking twice in our life. Next. Fast. You can't tell a book by its cover. Next. Life is a challenge, don't forget it. Repeat it again. Life is a challenge, don't forget it. Next. Everyone has a hidden talent in themselves, so we must reveal them to our friends and expose our talent to our world. We should be courageous to face life. Courageous. Yeah. Next. We should be 100% perfect in everything. Your role, perfect role. Perfect role. We should not be physically conscious about how we look, but we should try to overcome all those physical consciousness and think what we can do for others and society.
Impossible is nothing. Sharing our friends is the only way to study. More time. Share your time. Teach whatever you learn to others so that it becomes yours. Finish? We are the one who would only change ourselves. Life is like an arrow, and first it pulls back, and we should keep our aim towards the. We have the potential in ourselves. We must overcome our fear and show our talent. Each moment in our life is precious and we should use it properly. Don't waste your time. Don't spend your time. Invest your time. Every decision that we take in our lives should be, we should be confident in them and it should be confident. Good. Please clear, sharp on whatever you do and speak. Anymore. Don't let fear pull you down. സാഹസം ധൈര്യം ബുദ്ധിശക്തി ധൈര്യം. We should concentrate while we are listening. Listening includes concentration. Don't hear but listen. Good. Finished? Give them a big clap. All good. Anyone? Okay. Thank you. God bless you. Last ഇരിക്കണ കടിയിട്ടു. Last ഇരിക്കണ കടിയിട്ടു. 6, 5, 4, 3, 2. ഞാനിത് പറയാൻ കാരണം ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്ത് വെച്ചാൽ പതുക്കെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യരുത്. ഇതിൽ ആരെങ്കിലും ഉണ്ടോ ഇനി ഇവിടെ വരണമെന്നോ ഒരു ചോദ്യം ചോദിക്കണമെന്നോ തോന്നുകയും പക്ഷെ സ്റ്റേജിൽ വരാനുള്ള ഭയവും പേടിയും കൊണ്ട് വരാണ്ടിരുന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കൈകൊള്ളണം. ഗേൾസിന്റെ മോർണിംഗ് വാസ് ടു ലെസ് ടുഡേ. ആകെ 4-5 പേര് വന്നു. ബോയ്സ് have powered maximum. Is there any girl who wanted to come? 6, 5, 4, 3, 2, 1. Is there anyone who wanted to come? Last chance. Fine. Do you have any questions to me? You could ask me. എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ചോദിക്കാം. Yeah. Could ask to them. Want to come? പഠിക്കാൻ വേണ്ടി ബൈ ഹാർട്ടിംഗ് ആണോ അല്ലെങ്കിൽ മനസ്സിലാക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. See, this is really confusing because by heart is the translation of മനസ്സിലാക്കുക. By heart എന്ന് പറഞ്ഞാൽ മനസ്സ് വെച്ചിട്ടതാണ്. മനസ്സ് വെച്ച് പഠിക്കുന്നവർ മനസ്സിലാക്കി പഠിക്കരുത്. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ ബൈ ഹാർട്ട് പഠിക്കാൻ പാടില്ല. കാരണം ഇംഗ്ലീഷിനകത്ത് ഹാർട്ടില്ല. വെസ്റ്റേൺ ഫിലോസഫിയിലെ ഹാർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? I'm a poet. One of my poetry book, you look at Life of Love. Blog and blog Life of Love. One of the poetry is open heart surgery. I am getting a heart patient. I have heart pain and I have been taken to a hospital. And the doctor says I am going to open your heart. I said, don't open my heart because there are secrets inside. നമ്മുടെ ധാരണ നമ്മുടെ ഹാർട്ടിലാണ് നമ്മൾ എല്ലാ സീക്രട്ടും വെക്കുന്നത്. മനസ്സാണ് ഹാർട്ട് എന്നുള്ളത് തോന്നുന്നില്ലേ? ഇല്ല അല്ലേ? ഇല്ല. മലയാളത്തിൽ അങ്ങനെയല്ല കേട്ടോ. മലയാളത്തിൽ എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത്? എന്താ വിളിക്കുക? അല്ലേ? അത് ഇംഗ്ലീഷിലാക്കിയിട്ട് ലിവർ എന്ന് വിളിച്ചാലോ? അപ്പൊ ഇംഗ്ലീഷും മലയാളവും ഒന്നല്ല. മനസ്സിലായോ? എന്തുകൊണ്ടാണ് കരളിന് എത്ര പ്രാധാന്യം? എപ്പോ ടെൻഷൻ വരുന്നോ ബയോകെമിസ്ട്രി will change.
ശരീരത്തിന്റെ കെമിസ്ട്രിയാണ് നമ്മൾ ഒന്ന് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും സംസാരിക്കാനും ദേഷ്യമായിട്ടിരിക്കാനും സൈലന്റ് ആയിട്ടിരിക്കാനും വയലന്റ് ആവാനും ഒക്കെ കാരണം എന്താ? ബയോ കെമിസ്ട്രി ഓഫ് ദ ബോഡി, റൈറ്റ്? അപ്പൊ കെമിസ്ട്രി കുറച്ച് മാറ്റിയാൽ ഡിഫറെന്റ് ആവും. ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന ഒരാൾക്ക് കുറച്ചൊരു കെമിസ്ട്രി മാറ്റാം. കെമിസ്ട്രി മാറ്റാൻ അറിയില്ല, ഒരു പെക്കടിച്ചാൽ മതി. അപ്പൊ കാണാൻ ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന ആൾ നല്ല ലെക്ചറൊക്കെ കൊടുക്കും. നല്ലോണം ലെക്ചർ കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു പെക്ക് കൊടുത്താൽ മിണ്ടാണ്ടിരിക്കുന്നു. അപ്പൊ ബയോ കെമിസ്ട്രിയാണ് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുക. ഈ കെമിസ്ട്രി നടക്കുന്നത് എവിടെയാ? ശരീരത്തില്, ലിവറിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കെമിസ്ട്രി മാറ്റാൻ വേണ്ടി ആൾക്കാരെ കരളീയരം വിളിക്കുന്നത്. ശരിക്കും കരളുമില്ല, മനസ്സുമില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. എവിടെയും പഠനം. ഇതിലൊന്നും നല്ല പഠനം നടക്കുന്നത്. എവിടെയാ നടക്കണേ? എവിടെയാ നടക്കണ പഠനം? ഒരു ബുദ്ധി ഇല്ലാണ്ട് നല്ല പോലെ കള്ളുപിടിച്ച് ആൾ വിട്ടു പോകുമ്പോ അവനവന്റെ വീട്ടിലല്ലാണ്ട് വേറെ ഏതെങ്കിലും വീട്ടിലെത്തും. കൃത്യത്വമല്ലോ. അപ്പൊ വഴി ആർക്കാ പരിചയം? കാലിനാണ് പരിചയം. ആണോ അല്ലേ? നിങ്ങൾ വീട്ടിൽ പോകുമ്പോ വഴി നിന്നിട്ട് ഈ വഴിയാണോ പോകേണ്ടത്, ആ വഴിയാണോ പോകേണ്ടത് ആലോചിക്കാറുണ്ടോ? വേറെ എന്തൊക്കെയോ ആലോചിച്ച് നടന്നാലും നിങ്ങൾ എവിടെ എത്തും? അപ്പൊ ആലോചിച്ചാലേ വഴി കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ശരിയാണ്. ശീലിച്ചതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ പഠിക്കുന്നത് എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ബുദ്ധിയിലാണോ മനസ്സിലാണോ? രണ്ടിലും അല്ല, പ്രാക്ടീസിലാണ്. അതിപ്പോ കാണിച്ചതാണ്. കുഴപ്പമില്ല. നിങ്ങളുടെ മുമ്പില് തിന്നാനുള്ള ഒരു ഭക്ഷണം ഉണ്ടെന്ന് വിചാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ വടയോ ചിക്കനോ കട്ട്ലറ്റോ എന്തായിട്ടോ വെച്ചാൽ മുമ്പിൽ ഇപ്പൊ വെച്ചോളൂ, ഫ്രീ ആയിട്ട് എടുക്കണം. ഓക്കെ? ഞാൻ 0, 0 എന്ന് പറയുമ്പോൾ എടുക്കണം. 10 എന്ന് പറയുമ്പോഴത്തേക്കും വായന ധൃതി കാണിച്ചിട്ട് 1 എന്ന് പറയുമ്പോൾ വായന എഴുതട്ടോ. ഇനി ചില മഹാമടിയന്മാരില്ല, അത് പറയട്ടെ, അവസാനം 7, 8 എന്നൊക്കെ എഴുതുമ്പോഴും ഉടത്തന്നെ പിടിക്കും. 9 എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവും, 10 എന്ന് പറയുമ്പോൾ അങ്ങനെയാവരുത്. 5 എന്ന് പറയുമ്പോൾ ഏകദേശം സെന്ററിലെത്തണം, മിഡിലെത്തണം. Done? So start. Close your eyes. Imagine you have something on your lap. When I say 0, pick it up. 10, it must reach your mouth, right? 0, 1, slowly lift it up, your hands. Don't adjust your hands, right? 2, 4, 6, 8, 9, 10. കറക്റ്റ് വായിലെത്തിയോ? അപ്പൊ തിന്നാനുള്ള ബുദ്ധിയുണ്ട്. ഇനി തിന്നുന്നതിന്റെ നേരെ മുകളിലാണ് നിന്റെ മൂക്ക്, ഇല്ലേ? ഇങ്ങനെ വെച്ചാൽ ഷെയ്മാണ്. ഇങ്ങനെ തൊട്ട് നോക്കുന്ന മൂക്ക്, മൂക്ക് മൂക്ക് തൊട്ട് നോക്ക്. അവിടെ ഉണ്ടല്ലേ അറ്റം, അറിയാലോ? ഇനി കീപ് യുവർ ഫിംഗർ ഓൺ യുവർ നീ. ഡോണ്ട് അഡ്ജസ്റ്റ്. ഞാൻ 6 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിയാൽ ഇവിടെ വെക്കാവും. 7 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിയാൽ ഇവിടെ വെക്കാവും. 8 എന്ന് പറയുമ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ വെച്ചാൽ മതി. അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങളെ ചതിക്കണം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. കള്ളത്തരം പറഞ്ഞാൽ ഞാൻ പിടിക്കും. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആരെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് പിടിക്കും, അവരെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് വഷളാക്കും. അതുകൊണ്ട് ധൈര്യത്തിൽ കറക്റ്റ് ആയിട്ട് പറയാം. റൈറ്റ്? 0, ക്ലോസ് യുവർ ഐസ്. 1, 3, 5, 7, 8, 9, 10. കറക്റ്റ് ആയിട്ട് തൊടാൻ പറ്റിയവർക്ക് കൈ പൊക്കോ. അവരെ നോക്കിക്കോ. ഈ കൈ പൊക്കിയവരെയൊക്കെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചോട്ടെ മക്കളെ. അവർക്ക് ഒരിക്കലും ക്ഷയിക്കാൻ കൊടുക്കരുത്. കാരണം അവർ ഇടക്കിടയ്ക്ക് മൂക്ക് തോന്നുന്ന സ്വഭാവമാണ്. ഇങ്ങനെ ഇടക്കിടയ്ക്ക് മൂക്ക് തോന്നുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പാണ്. ഇപ്പൊ തമാശ, ഇനി ശരിക്കും സീരിയസ് ആയിട്ട് ഇത് ശരിക്കും നിങ്ങളുടെ ബുദ്ധി ടെസ്റ്റ് ചെയ്യാമോ? All of you take your hands up like this. Take it up and see whether you can touch one to finger like this on the top. മുകളിൽ വെച്ചിട്ട് കൈ ഒരു വിരലോട് മറ്റേ വിരൽ തൊടാൻ പറ്റുന്നോ നോക്കിയാൽ മുകളിൽ
Yes? You are able to, right? Take it back. Now 10 എന്ന് പറയുമ്പോൾ അവിടെ തൊടണം. 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. Look down and close your eyes. Adjust ചെയ്യരുത്. 0, 1, 2, 4, 6, 7, 8. Don't adjust. 9, 10. ചിലർക്ക് അതിബുദ്ധിയുള്ളവരാണ് ഇവിടെ കൂടുതൽ. ചിലർക്ക് വക്രബുദ്ധിയാണ്. ചിലർക്ക് ഒരു 2 ഇഞ്ച് 3 ഇഞ്ചിലേക്ക് കോൺഫിഡൻസ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലെഫ്റ്റ് ഫിംഗറിന് അറിയില്ല നിങ്ങളുടെ റൈറ്റ് ഫിംഗർ എവിടെയാണ്? നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? കൈയുടെ വിരൽ എവിടെയാണെന്ന് പോലും അറിവില്ലാത്തതാണ് നമ്മുടെ ബുദ്ധി. ഈ വിരൽ എവിടെയാണെന്ന്, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം എവിടെയാണെന്ന് നമ്മുടെ ശരീരത്തിന് അറിയില്ല. ചാലിച്ചു എന്ത് മോശം ആണോ? അറിയോ? എന്തേ പറ്റാത്തതറിയോ? നിങ്ങൾക്ക് ഇത്രയെങ്കിലും പറ്റില്ലേ? ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയി അടുത്ത തമാശ അച്ഛനെയും അമ്മേനെയൊക്കെ നിരത്തി നിർത്ത. 1, 2. തീരെ ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് 3 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രായം ചെല്ലുന്നതോറും ഇതെല്ലാം കഴിയില്ലാണ്ടാവും. ശരീരത്തിന്റെ കോർഡിനേഷൻ ഇല്ലാണ്ടാവും. നമ്മുടെ കൈ എവിടെയാണെന്ന് നമ്മൾ ആലോചിക്കാതെ തന്നെ നമുക്കറിയും. ഈ അറിവ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഇത്തരം കുറേ സംഭവങ്ങളാണ്. അത് നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതല്ല. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരാൾ ഇരിക്കരുത്. അയാളെ നമ്മൾ അറിയാണ്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ എവിടെയാ പഠിക്കേണ്ടത്? മനസ്സിലല്ല. മനസ്സ് പുറമുള്ള ഒരു സാധനമാണ്. അതിനകത്ത് ഹൃദയ ഗുഹര മധ്യം, ഹൃദയത്തിന്റെ ഗുഹയുടെ ഉള്ളിൽ ഒരാളിരിക്കുന്നത് ഒരു കേവ് പോലെയാണ്. അതിനകത്ത് ഒരാളിരിക്കുന്നുണ്ട്. ആരാന്നറിയോ? കേവലം ബ്രഹ്മ മാത്രം. ബ്രഹ്മാവ് എന്ന് പറഞ്ഞ ഒരാളിരിക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭഗവാൻ. ആ ബ്രഹ്മാവിന്റെ വൈഫ് ആരാണ്? സരസ്വതി. എവിടെയാണോ ബ്രഹ്മാവിരിക്കുന്നത്, ക്രിയേറ്റീവായിട്ട് പഠിക്കാനുള്ള കഴിവുള്ളത്, അവിടെ വിദ്യാഭ്യാസം ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്താ ഈ ക്രിയേറ്റീവായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ചോദ്യങ്ങൾ ഉണ്ടാവും. കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനുത്തരം കണ്ടെത്തുമ്പോൾ കിട്ടുന്നതാണ് വിദ്യാഭ്യാസം. ഈ ചോദ്യം എവിടുന്ന ഉണ്ടാവണേ? മനസ്സെന്ന്. ഉത്തരം എവിടുന്നാ കണ്ടുപിടിക്കണേ? ബുദ്ധിയിൽ. അപ്പൊ ബുദ്ധിയിലാണോ പഠിക്കുന്നത്? മനസ്സിലാണോ? ബുദ്ധിയിലും മനസ്സിലും ഹൃദയത്തിലും കോൺഷ്യസ്നസിലും ശരീരത്തിന്റെ ഓരോ ഭാഗത്തും പഠനം. അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം ആത്മാവ്. ഈ ആത്മാവിനകത്ത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞിട്ടൊരു ഭഗവാൻ. ആ ഭഗവാനാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ചിന്തിച്ചാൽ ഉടനെ ചിലപ്പുത്തരം ബുദ്ധിയിൽ കിട്ടും. കിട്ടിയില്ലെങ്കിലോ മനസ്സിലാക്കാൻ ശ്രമിക്കും. എങ്ങനെ മനസ്സിലാക്കും? എല്ലാ ഇന്ദ്രിയങ്ങളും വെച്ചിട്ട്. ഇന്ദ്രിയങ്ങളെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? മനസ്സാണ്. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളും വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് മനസ്സാണ്. അറിഞ്ഞ സംഭവങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം ബുദ്ധി. ഒട്ടനെ അത് ആവശ്യത്തിലെടുക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മനസ്സ്. ഹാർഡ്വെയർ ആണ് ബുദ്ധി. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവർക്ക് മനസ്സിലായി. സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് ഹാർഡ്വെയറിന് വിവരെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് സോഫ്റ്റ്വെയറും പഠിച്ചു വെച്ചിട്ടുള്ള ഡാറ്റ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഇൻഫർമേഷൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നോളജ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലവും ഹാർഡ് ഡിസ്ക് ആണ് എന്ത്? ബുദ്ധി. അപ്പൊ ബുദ്ധിയിലാണോ പഠിക്കുന്നത്? മനസ്സിലാണോ എന്ന് ചോദിച്ചാൽ ഹാർഡ്വെയർ മാത്രം ഉണ്ടായ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യോ? സോഫ്റ്റ്വെയർ മാത്രം ഉണ്ടായ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യോ? ഇല്ല. ഇത് രണ്ടും കൂടി ഉണ്ടായാലേ വർക്ക് ചെയ്യൂ. Got it? Good. One more question, last question. Let me see who is going to ask the question. 6. ഇപ്പൊ ചോദ്യം ചോദിച്ചാൽ കാർഡ് കിട്ടിയല്ലേ? What? Come. This is my card. My number is 944 74 944 74 37 948 944 74 37 948. നിങ്ങൾക്ക് ഇപ്പോ എഴുതിയെടുത്തുള്ളതല്ലേ? ഇത് തെറ്റാതെ പറയാൻ പറ്റുന്ന
From? Good. 7437948. നിങ്ങൾക്ക് ഈ 10 നമ്പർ ബൈഹാർട്ട് പഠിക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നില്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു പ്രാവശ്യം ഒന്നത് വായിക്കുകയോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുകയോ ചെയ്യും. ഒറ്റ പ്രാവശ്യം ചെയ്യാം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ ഈ നമ്പർ. ഒരു പ്രാവശ്യം നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ചു വരില്ലയോ? അപ്പൊ പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? അറിയണ കാര്യം വേറൊരാളോട് പറയാം. അയാൾക്കും കൂടി അറിയെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നെ പഠിച്ചു വരും. ഇതാണ് ഏത് വിഷയം പഠിക്കാനുള്ള എളുപ്പമാണ്. എന്റെ ഇമെയിൽ അഡ്രസ് DR. എത്ര പേര് ഫേസ്ബുക്കിൽ നോക്കാം? ഫേസ്ബുക്ക് പോയിട്ട് ഡോക്ടർ TP ശശികുമാറിന്റെ പേര് നോക്കാം. ഡോക്ടർ TPS. ഷോർട്ട് ഫോം ഈസ് ഡോക്ടർ TPS. ടെമ്പറേച്ചർ പ്രഷർ സെക്കൻഡ്. ടോപ്പ് പോലീസ് സർവീസ്, തെർമൽ പവർ സ്റ്റേഷൻ, തല്ലിപ്പൊടി ശശികുമാർ. എത്ര ഡോക്ടർ TPS. DRTPSASIKUMAR. Dr. TP Shashikumar @gmail.com. So what I need is all of you have to give your comments on the class. What did you learn? Write at least one sentence and then post it. Right? Let me see how brilliant you are, how good you are. How did you grasp the knowledge? How did you share knowledge? What did you learn? How are you communicating with the people? And the one who has used the social media for communication extensively. I have a book written with me and my children asking questions and answering on social media. The book is called Life Made Simple. You can go and look at the blog. One of the blog is Life Made Simple. Another blog is Life of Love. Another blog is Students CRT, Corporate Recruitment Training. On Facebook, I have a group which is called EFIL, EFIL. EFIL. That group is name? EFIL. What we can do now? EFIL like life തിരിച്ചെഴുതുക. LIFE തിരിച്ചെഴുതിയ EFIL എഴുതും. For me, you want to know what's life? Live in full enjoyment. What is life? No, not live in full enjoyment. Learn in full enjoyment. So what's life? Man, what is EFIL? There are a lot of children who listen to me like this, more than 6 lakhs. There are a lot of children who did not listen to me, but they are my children. And all of them belong to, and some of them belong to EFIL, which is called Ekalavya for Future India Leadership. EFIL stands for Ekalavya for Future India Leadership. What is India's leadership? All India service. So the students who are posting there, you will see, they will read newspaper, right there. They will post it there. What is today's main news? There will be discussions. So that's a place if you want to learn extra than what you are learning in the classroom. And if you are spending time on Facebook, use it for good purpose. And that's one of the places where you can share learning from my students from different parts of the country and abroad. Right? So see you somewhere sometime. 3:50. So sharp 3:50 now. Right? Is it sharp 3:50 now? So thank you. God bless you. Do you have any last person to speak? Is there any question from you? 6, 5, 4, 3. Is there anyone who want to ask? Anyone who wants to make on? Ask one question, you get it on. Yeah. That is because
11th and 12th students are favorite to me because this is the time when I can change your life. നിങ്ങൾ ഗ്രാജുവേഷൻ എത്തിയാൽ ചിലപ്പോൾ അവരെ മാറ്റാൻ പറ്റില്ല. പക്ഷേ 12th, 11th and 12th, if I direct the students, they become brilliant. Maximum of my students who used me, yes, they October 2nd, I was in my hometown in my village. Right? Morning I got a call from Mangalore, a student who attended my class when she was in 12th class. She said, oh, after that class she came and said, sir, please.